ഗുഡ് മോർണിംഗ്. വീണ്ടും എൻ്റെ കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഫോർ ദ കൺസേൺ ആൻഡ് ഫോർ ദ ലവ് ആൻഡ് ഫോർ ദ പ്രേയേഴ്സ്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയ്ക്കുണ്ടത്, ഒത്തിരി പേരുടെ കൺസേൺ ഉണ്ട്. ഇതിനെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാം പകരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടായിരുന്നു എന്തുകൊണ്ടാണ് പല പ്രോമിസസും നമുക്ക് ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കാത്തതിൻ്റെ കാര്യം. ഇപ്പോൾ കർത്താവ് പറയുന്നത് നമ്മൾ മക്കളാണ്, അവകാശികളാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശികൾ. ആബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയോ വലിയൊരു പൊസിഷനിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചെറിയൊരു കാര്യം വരുമ്പോൾ ചെറുതായിട്ട് വലുതാകട്ടെ? എന്തുകൊണ്ടാണ് നമ്മൾ പാനിക്കാണ് അല്ലെ പരിഭ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് ഒത്തിരി പേർക്ക് ഇതൊക്കെ അറിയാം, കുറേ പേർക്ക് ഇതൊന്നും അറിയത്തേയില്ല. അറിയാവുന്നവർ പോലും എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരിഭ്രമിച്ചിട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ടത് എങ്ങനെയാണ്? പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കും, പരിശുദ്ധാത്മ നമ്മളെ കൈപിടിച്ച് നടത്തും. അപ്പോൾ പലരുടെ സംശയമാണ് എങ്ങനെയാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ നമ്മൾ ആദ്യം വിശ്വസിക്കണം പരിശുദ്ധാത്മ ഉണ്ടെന്ന്. രണ്ടാമത് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനുള്ളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കണം. മൂന്ന്, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് നമ്മളെ വഴി നടത്താനായിട്ട്. കാരണം നമ്മൾ ഹെൽപ്ലെസ് ആണ്, വീക്കാണ്. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ടല്ലോ, ദൈവിക വഴിയെ നടത്തുക. ആ കൂട്ടത്തിൽ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ അനേക കാര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരും, അനേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ മക്കളുടെ കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ക്രൈസിസ് വരുമ്പോൾ അത് ബിസിനസ്സാകട്ടെ, അല്ലെങ്കിൽ ജോലിയിലാകട്ടെ, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പം അതിൻ്റെ കാര്യത്തിലാകട്ടെ, ഇങ്ങനെ അനേക ക്രൈസിസ് കൂടെ പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ആദ്യമേ ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ നമ്മൾ ആദ്യമേ ആശ്രയിക്കുന്നത് ഈ ലോകത്തെയാണ്, അല്ലെ നമ്മുടെ തന്നെ ബുദ്ധിയാണ്, അല്ലെ ഇപ്പം ഗൂഗിൾ. ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു മെയിൻ ഒരു ആശ്രയമാണ് ഗൂഗിൾ. എന്തെങ്കിലും കണ്ടാണ് ഗൂഗിൾ ചെയ്യുക, അറിയില്ല. പക്ഷെ വചനം പറയുന്നത് സീക്ക് ഫസ്റ്റ് ഈസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നസ്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ചുള്ള ഈ കാര്യത്തിൽ, ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ കർത്താവ് എന്ത് പറയും? നമ്മൾ ഈ മീഡിയാസൊക്കെ പോയിട്ട് ഒരു രാഷ്ട്രീയക്കാരോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കില്ലേ, ഈ ഒരു കാര്യത്തിൽ, ഈ സംഭവത്തിൽ താങ്കൾ എന്താ അഭിപ്രായം പറയും? അല്ല, മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ? സോറി. അപ്പം അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വെദർ ഇറ്റ് ഈസ് മേജർ ഓർ മൈനർ, പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ, എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും ദൈവിക വഴിയെ നമ്മളെ നടത്താൻ, അല്ല ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ നമുക്കുണ്ടാകും. നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന, ഏറ്റവും ആശ്രയിക്കാവുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഇന്ന് പിതാവും പുത്രനും സ്വർഗത്തിലെത്തിക്കുന്നത്, അതിനകത്ത് ഒരു സംശയം വേണ്ട. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെ ഇത് ക്ലിയറാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-16 വായിക്കുമ്പോഴുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയെങ്കിൽ മാത്രമേ മറ്റൊരു സഹായം നിങ്ങൾക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഐ വിൽ റിമെയിൻ ഇൻ ദ ഹെവൻ. ഞാൻ പിതാവിൻ്റെ കൂടെ അവിടെ അയക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്നു, പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പറയുന്നത് പരിശുദ്ധാത്മ സ്വന്തമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഞങ്ങളിൽ നിന്ന് കേട്ട്, അതായത് പിതാവിൽ നിന്നും യേശുവിൽ നിന്നും കേട്ട് ആ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിതാവിന് പ്രത്യേകമായിട്ട് ഒരു സ്പെസിഫിക് പ്ലാനുണ്ട്. അപ്പം ആ ഒരു പ്രതിസന്ധി ചെല്ലുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിതാവിനൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ പ്ലാൻ ഞാൻ അന്വേഷിക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയാലോ? അപ്പോൾ ആ പ്ലാൻ എനിക്ക് റിവീൽ ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് പിതാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറയുന്നത് ഫോണിൽ സിം ഇട്ടെങ്കിൽ മാത്രമേ നെറ്റ്വർക്ക് പ്രൊവൈഡർക്ക്
നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ യൂസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ഒരു സിമ്മ് പോലെ തന്നിരിക്കുക. ദൈവത്തിന് എപ്പം വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തെല്ലാം ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലും ഒരു കാര്യമില്ല. കാരണം ദേ ആർ ഓൾ ഡെഡ് വർക്ക്. നമ്മൾ ഫോണ് സിം ഊരി വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതിലേക്കും ഇപ്പോൾ വൈഫൈ ഒക്കെ ഉണ്ട്, വാട്സപ്പ് കോൾ ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് ഡയറക്റ്റ് കോൾസ് അത് നമുക്ക് നടക്കാതെ വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ കർത്താവിനുവേണ്ടി എന്തെല്ലാം ചെയ്താൽ, ഐ എം ഷുവർ 100% ഞാൻ ഊന്നി പറയാം, ദാറ്റ്സ് എ ഡെഡ് വർക്ക്. കാരണം വചനം നേരത്തെ പറയുന്നുണ്ട്, ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന ഏവരും മാത്രമേ ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും നമ്മൾ ആശ്രയിക്കുക. കർത്താവിനെ പോലെ നമ്മുടെ കാര്യം അറിയാവുന്ന ആരാ ഉള്ളത്, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ആരാ ഉള്ളത്? കർത്താവിനൊരു ക്രൈസിസ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ആരോട് ആദ്യം ചോദിക്കേണ്ടത്? ഈ പരിഹരിക്കാൻ വയ്യാത്ത മനുഷ്യന്മാരോടോ? അവർക്കെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ മനുഷ്യനെ ആശ്രയിക്കേണ്ട നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഫസ്റ്റ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വൈ, വാട്ട് ഷുഡ് ഐ ഡു, വൈ ഡിഡ് ദിസ് ഹാപ്പൻ, വാട്ട്സ് യുവർ പേർപ്പസ്? ചോദിച്ചു. പരിശുദ്ധാത്മാവ് നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ, പക്ഷെ നമുക്കൊരു റിലേഷൻഷിപ്പ് വേണം പരിശുദ്ധാത്മാവായിട്ട്. അപ്പോൾ അതില്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യും. ഇന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണം, എനിക്ക് അങ്ങയുടെ ആ അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വരണം. ഇന്നു മുതൽ എൻ്റെ മുഴുവൻ കാര്യങ്ങൾ അങ്ങ് നിയന്ത്രിക്കണം. ഞാൻ എന്നെ സമർപ്പിക്കുക, എന്നെ ഏൽപ്പിച്ചു തരിക. ഇനി എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ബുദ്ധിയല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, അങ്ങ് എന്താണോ പറയുന്നത് ഞാനതനുസരിക്കാം, ഞാൻ റെഡിയാണ്. ഇങ്ങനെയൊന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട്, പരിശുദ്ധാത്മാവ് നമ്മളോട് ചിലപ്പോൾ നേരിട്ട് സംസാരിക്കണമെന്നില്ല, പക്ഷേ ഇൻ ദ എൻഡ് നമുക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ഒരു സമർപ്പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ സംസാരിക്കാതെ കൈ പിടിച്ച് ചില സാഹചര്യം ഒഴിവാക്കി എത്തേണ്ടിടത്തോണ്ട് എത്തിക്കും. അങ്ങനെയും ചെയ്യും. കഥാ